ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഈ പകൽക്കാലം നമുക്ക് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്നു. ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. ഈ വാക്യത്തെക്കുറിച്ചും തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും അല്ല ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനു മുമ്പുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ വാക്യത്തിന് ആ മുമ്പുള്ള ഭാഗങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ളത് കൊണ്ട് ഇതൊരു വാക്യമായിട്ട് ഞാൻ വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കെല്ലാം അറിയാവുന്നതും സുപരിചിതമായതും മിക്ക സമയങ്ങളിലും അധികമായിട്ട് പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് നമ്മളിന്ന് വായിച്ചത്. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സരിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ചില ആൾക്കാർ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് 8-ാം അധ്യായം തീർന്നു, അതിനുശേഷം സത്യത്തിൽ ഈ 9, 10, 11 അധ്യായങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻസർട്ട് ചെയ്യുകയാണ്. എന്നാൽ ഈ 8-ാം അധ്യായം കഴിഞ്ഞ ഉടനെ ഉള്ള പ്രബോധനം ഈ 12-ാം അധ്യായത്തിലെ പ്രബോധനമാണ്. നമുക്കറിയാമല്ലോ, 8-ാം അധ്യായം അവസാനം വരുമ്പം ഞങ്ങളെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിടിക്കുന്നത് ആര്? കഷ്ടമോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിടിക്കാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. അപ്പം 8-ാം അധ്യായം വരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും നമുക്കറിയാം. കാരണം എങ്ങനെയാണ് എല്ലാ മനുഷ്യരും പാപികളായി തീർന്നതെന്നും എന്തുകൊണ്ട് ന്യായപ്രമാണത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും, ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമാണ് വരുന്നത്, എന്നാൽ പാപത്തിൻ്റെ ശക്തിയെ ജയിക്കാനുള്ള ശക്തി പ്രദാനം ചെയ്യാനായിട്ട് ന്യായപ്രമാണത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതും, എന്നാൽ യേശുക്രിസ്തുവിൽ നമുക്ക് പാപക്ഷമ മാത്രമല്ല പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള മോചനവും കൂടെ ഉണ്ട് എന്നുള്ളതും വ്യക്തമായിട്ട് ആ ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പാപക്ഷമ മാത്രമല്ല യേശുക്രിസ്തുവിലുള്ളത്, നമ്മളെ ദൈനംദിനം കീഴടക്കുന്ന പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള മോചനവും കൂടെ യേശുവിൽ നമുക്ക് ഉണ്ട് എന്ന് മാത്രമല്ല, ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു C.H. സ്പർജൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞേക്കുന്നത് പാപക്ഷമ മാത്രമാണ് യേശുക്രിസ്തുവിൽ നമ്മൾ പ്രാപിക്കുന്നതെങ്കിൽ നമ്മുടെ രക്ഷയല്ല എന്നുള്ളതാണ്. പാപക്ഷമ മാത്രം, എപ്പോഴും പാപക്ഷമ. എന്നാൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള മോചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ അവൻ്റെ രക്ഷയല്ല. കാരണം യേശുക്രിസ്തുവിനോട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ യേശുക്രിസ്തുവിൽ നമുക്ക് പാപക്ഷമ മാത്രമല്ല ലഭിക്കുന്നത്, പാപത്തെ വെറുക്കാനുള്ളൊരു മനസ്സും കൂടെ ദൈവം നമുക്ക്. അപ്പോൾ പാപത്തെ ഏറ്റുപറയുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് പാപത്തെ ഏറ്റുപറയാൻ എങ്ങനെയാണ് പറ്റുന്നത്? ഞാൻ കുറ്റക്കാരനാണ്, എൻ്റെ ഭാഗത്ത് ഈ തെറ്റുണ്ടെന്ന് ഏറ്റുപറയണമെങ്കിൽ അവനെ വെറുക്കാതെ അത് പറയാൻ പറ്റുമോ? പാപത്തെ വെറുക്കാതെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളാരെങ്കിലും പറയുമോ എൻ്റെ തെറ്റാണെന്ന് പറയുമോ? അപ്പോൾ ഈ ഏറ്റുപറയുന്നത് തന്നെ ഒരു വെറുക്കലിൻ്റെ തുടക്കമാണ്, ആത്മാർത്ഥമായിട്ടുള്ള ഏറ്റുപറച്ചിൽ. കാരണം ഇങ്ങനെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ സകല നീതിയും നമ്മളോട് ക്ഷമിക്കുകയും നമ്മളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാകുന്നു ദൈവത്തിന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ 9-ാം അധ്യായം നമുക്ക് വായിക്കാൻ, 9, 10, 11 അധ്യായങ്ങൾ വായിക്കാനായിട്ട് സാധിക്കുന്നത്. എന്ന് മാത്രമല്ല പലപ്പോഴും അത് വായിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് നമുക്കത് വ്യാഖ്യാനിക്കാനായിട്ട് ഇച്ചിരി പ്രയാസമുള്ള ഭാഗങ്ങളായിട്ടും ഇത് ചിലതൊക്കെ നിഷേധാത്മകമായിട്ടാണോ ഇത് എഴുതിയേക്കുന്നതെന്ന് പോലും നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. കാരണം ചില പ്രയോഗങ്ങളും ചില കാര്യങ്ങളും നമുക്ക് കാണുമ്പോൾ നമുക്കറിയാമല്ലോ,
കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ പൗലോസ് പറയുക, എനിക്ക് എൻ്റെ ജഡത്തിൽ എൻ്റെ സഹോദരങ്ങളായി എൻ്റെ ചാർച്ചക്കാരായ യഹൂദന്മാരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ ഇടവിടാതെ നോവും കുത്തും ഇടവിടാതെ എനിക്കുണ്ട് എന്ന് പറയുകയും അവരെ പ്രതി ഞാൻ ക്രിസ്തുവിനോട് വേണമെങ്കിൽ വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ കൂടെ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് പൗലോസ് തൻ്റെ ആത്മഭാരം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്നാൽ അവിടെ പൗലോസ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക, എന്താ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത് എന്ന് വിവരിച്ച് ചില കാര്യങ്ങൾ വിവരിക്കുന്നത് നമുക്ക് കാണുന്നു. അപ്പോൾ അതിലൂടെ പൗലോസ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കേവലം അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞ ഒരാൾ അബ്രഹാമിൻ്റെ മകനാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എന്തില്ല, ശരിക്കുള്ള ഇസ്രായേലിയൻ ആയിട്ടില്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് അവകാശി ആയിട്ടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അബ്രഹാമിൽ വ്യാപരിച്ച അതേ വിശ്വാസം അവനിൽ വ്യാപരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റോമാലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാനിടയായി തീർന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്ന 5-ാം അധ്യായം വായിക്കുമ്പോൾ എന്ത് വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന അതേ കാര്യമാണ് കാണുന്നത്. കാരണം അബ്രഹാമിന് മക്കളുണ്ടായിരുന്നു, ഇസാക്ക് മാത്രമല്ലായിരുന്നു. ഇസാക്കിന് മുന്നേ ആരുണ്ട്, ഇസ്മായേലുണ്ട്, മറ്റു ചില മക്കളും ഉണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യുന്നു, വായിക്കുന്നുണ്ട്. എന്നാൽ ഇവരാരും വാഗ്ദത്തത്തിന് അവകാശിയായിട്ടില്ല. വാഗ്ദത്തത്തിന് അവകാശിയാകുന്നതിനെ പറ്റി എന്താ പറയുന്നത്, സാറയിൽ നിന്ന് ജനിക്കുന്നതിന് അത്രയേ അവകാശിയായി തീരുള്ളൂ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയും, എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് അബ്രഹാമിനെ അത്ര ഇഷ്ടപ്പെടാതിരുന്നപ്പം പിന്നെയും പറഞ്ഞു, എന്ത് പറഞ്ഞു, ദാസിയെയും മകനെയും പുറത്താക്കി കളകാതെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്താ, അനേക മക്കളുണ്ടായിരുന്നെങ്കിലും ആരെയാ ദൈവം തിരഞ്ഞെടുത്തത്? എന്താ അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം? ഒരുപക്ഷെ മാനുഷികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പല കാരണങ്ങളും, അവന് ബുദ്ധി ഉണ്ടായിരുന്നെന്നോ അവന് ഇതായിരുന്നെന്നോ അവന് സമർപ്പണം ഉണ്ടായിരുന്നെന്നോ ഒക്കെ നമുക്ക് പറയാമെങ്കിലും ദൈവം ഈ നശിക്കുന്ന ഈ തലമുറയിൽ നിന്ന് നമ്മളെയും ദൈവം തിരഞ്ഞെടുത്തു. നമ്മുടെ ഗുണങ്ങളും കഴിവുകളും ബുദ്ധിയും ഒക്കെ നോക്കിയാൽ നമുക്ക് ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ പറയും, ലോകത്തിൽ എത്രയോ മിടുക്കന്മാർ നമ്മളെക്കാൾ ഉണ്ടായിരുന്നു, എത്രയോ ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു, എത്രയോ യോഗ്യരുണ്ടായിരുന്നു. എന്നാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ ആ കാരണം തമ്പുരാന് മാത്രമേ, ഈ സർവശക്തനായ സർവജ്ഞാനിയായ ദൈവത്തിനല്ലാതെ ദൈവമേ നീ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് ആർക്കും പറയാനായിട്ട്, നമ്മുടെ എന്തെങ്കിലും മഹിമയോ മഹത്വമോ കഴിവോ കൊണ്ടല്ല ദൈവം തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പം ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അപ്പം ആ ദൈവം എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് പറയുക, റബേക്കായുടെ കാര്യം ഇവിടെ പറയുമ്പം നിന്റെ ഉദരത്തിൽ 2 വംശങ്ങൾ പുറപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, പറഞ്ഞേക്കുന്നു. അത് ശരി, പിള്ളേർ ജനിച്ച് എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് വല്ല വീഴ്ചകളോ ഉണ്ടായിട്ട് ശേഷമാണ് അവരാൾ ശരിയില്ല അവനെ അങ്ങ് തട്ടിയേകരെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ന്യായീകരിക്കാമായിരുന്നു. ഇതെന്നാൽ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് പറഞ്ഞു, അവന്മാർ എന്തോ ചെയ്യട്ടെ, മൂത്തവൻ ഇളയവനെ സേവിക്കുക, ഇളയവനെയാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, തിരഞ്ഞെടുത്തേക്കുന്നത്. അവിടെ എഴുതിയേക്കുക, നമ്മളവിടെ വായിക്കുന്ന 9-ന്റെ, അങ്ങനെ കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം വരേണ്ടതിന് സേവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളിതിനെപ്പറ്റി അല്പമായിട്ട് ജോയ് പാസ്റ്റർ വീട്ടിൽ വെച്ച് ചിന്തിക്കാനിടയായിട്ട് തീർന്നു. എന്നിട്ട് പറയുക, അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ പിന്നെ എന്നെ കുറ്റം പറയാൻ പറ്റുമോ? ദൈവത്തിന് എന്നെ കുറ്റം പറയാൻ പറ്റുമോ? അതിന് പൗലോസ് പറയുന്ന പ്രത്യുത്തരമാണ് എന്ത്, ഒരു കളിമണ്ണ് മെനയുന്നവനോട് പറയുക എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ, കാരണം കളിമണ്ണെടുത്തൊരു വലിയ കലമുണ്ടാക്കി ഒരു ചെറിയ കലമുണ്ടാക്കി, ഒരെണ്ണം അപമാനത്തിനും ഒരെണ്ണം മാനത്തിനുമായിട്ട് ഉണ്ടാക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ കുശവനുണ്ടല്ലോ. അപ്പം ദൈവത്തോട് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്ത്, എന്നെ ഇങ്ങനെ മെനഞ്ഞതെന്ന് ചോദിക്കുന്ന മനുഷ്യ, നീ കലം കുശവനോട് ചോദിക്കുന്ന പോലത്തെ ചോദ്യമാണല്ലോ നീ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അപ്പം ഇവിടെ പ്രകടമാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഗോഡ് ഈസ് എ സോവറിൻ ഗോഡ്. സോവറിൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, സർവശക്തനായ ദൈവമാണ്. വചനത്തിൽ പല സ്ഥലത്ത് വായിക്കുന്നത്, ഞാനിത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നത് തിമത്യോസിന് എഴുതുന്ന ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, ധന്യനായ ഏകാധിപതിയും കർത്താവും രാജാവുമായവൻ. അപ്പോൾ ദൈവത്തിൻ്റെ പേരാ എന്ത്, ധന്യനായ
ഏകാധിപതി എന്നുള്ളതിന് അവിടെ സോവറിൻ എന്ന് ഉപയോഗിച്ചേക്കുന്നെങ്കിലും മലയാളത്തിൽ സത്യം പറഞ്ഞാൽ ഏകാധിപതി എന്ന് പറഞ്ഞാൽ ഓട്ടോക്രാറ്റ് എന്നാണ് പറയുന്നത്. ഓട്ടോക്രാറ്റ് ഒരു നല്ല മീനിങ് ഉള്ള ഇതല്ല, സ്വേച്ഛാധിപത്യം എന്നല്ല. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, നീ ആരാ എന്നോട് ചോദിക്കാൻ എന്ന് വീട്ടിൽ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ നമുക്ക് സഹിക്കുകയില്ല. ഏതാ ഇപ്പം ഞാനിപ്പം മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നു, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, നടത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ പ്രഖ്യാപിക്കുക, എന്ത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഈ വീട്ടിൽ ചെയ്യും, നിങ്ങളാരാ എന്നോട് ചോദിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ സംരക്ഷണയിലുള്ള എൻ്റെ ഭാര്യയും മക്കളും പോലും സഹിക്കും. ആഹാ, നിങ്ങളുടെ ഇഷ്ടം ചെയ്യാമല്ലോ, അതൊന്നും പറ്റുക എന്നേ അവർ പറയത്തുള്ളൂ. കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് കീഴടങ്ങാൻ നമുക്ക് പറ്റുകയില്ല. നമ്മുടെ ഉള്ളിലൊക്കെ ഈ സമത്വം, സഹോദര്യം ഇതൊക്കെ ഉറച്ചിരിക്കുന്നത് കൊണ്ട് ഈ വാക്യം ഈ 9-ാം അധ്യായം പ്രത്യേകിച്ച് വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ ധാർമ്മിക രോഷം ഇങ്ങനെ ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെ പറയാവോ? ഇങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും, നീയൊക്കെ ആരാ എന്നോട് ചോദിക്കാൻ എന്ന് ദൈവത്തിന് അങ്ങനെ പറയാവോ? മാത്രമല്ല ഈ ഒരു ഭാഗത്തെ ബേസ് ചെയ്ത് ലോകത്തിൽ ഒത്തിരി തർക്കങ്ങളും വാദങ്ങളും നടക്കുക. എഫേസ്യർ നമ്മൾ വായിക്കും, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് ആര് പറഞ്ഞിട്ടാണ്? തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെയാണ്. തൻ്റെ ഇഷ്ടം എന്താണോ അതിൻ്റെ ആലോചന പോലെ താൻ പ്രവർത്തിക്കും. പിന്നെ നമ്മൾ അനേക വചനഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള റെഫറൻസ്, കർത്താവ് താൻ തീരുമാനിച്ച, അല്ലെങ്കിൽ അനുദപിക്കാൻ അവൻ എന്തല്ല, മനുഷ്യനല്ല എന്ന് ദൈവത്തിൻ്റെ ആ ദൈവം കാര്യങ്ങളെ തീരുമാനിക്കുന്നതിനെക്കുറിച്ചും ചെയ്യുന്നതിനെക്കുറിച്ചും അവിടെ വ്യക്തമായിട്ട് വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്കൊക്കെ മാത്രമല്ല, ഇതിനെ ബേസ് ചെയ്ത് ഒത്തിരി ലോകത്തിൽ തിയോളജികളും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ദൈവം എല്ലാം നേരത്തെ മുന്നേയും വെച്ചു. കുശവന് മണ്ണിൻ്റെ മേൽ അധികാരമുള്ള പോലെ ഇന്നാൾ രക്ഷിക്കപ്പെടണമെന്നും ഇന്നാൾ രക്ഷിക്കപ്പെടേണ്ടെന്നും കർത്താവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സുവിശേഷം പറയുന്നത് എന്തിനാ? ഓൾറെഡി ആര് ദൈവത്തെ അറിയണമെന്നും ആര് ദൈവത്തെ അറിയണ്ടെന്നും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചില പിള്ളേർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, എടാ ഞാനിങ്ങനെ പുകയൊക്കെ വലിച്ച് തല്ലിപ്പൊളിയൊക്കെ ആയിട്ട് ദൈവത്തെ 4 പറഞ്ഞ് നടക്കണമെന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചതാടാ, അതനുസരിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. ഇപ്പം എന്ത് ചെയ്യും അല്ലേ? പറഞ്ഞിട്ടില്ലേ? ചില പിള്ളേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പലര് ഇവിടെ തന്നെ മഞ്ചേശ്വരത്ത് തന്നെ ചിലരോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വെള്ളം അടിച്ച് നശിക്കാതെ എൻ്റെ സഹോദര എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം സാറ് ഇങ്ങനെ എന്ത് ചെയ്യണം, ഇത് പ്രസംഗിച്ച് നടക്കണമെന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചു. ഞാനിങ്ങനെ വെള്ളം അടിച്ച് തലയും കുത്തി നടക്കണമെന്നുള്ളതും ആര് തീരുമാനിച്ചത്? നേരത്തെ പറഞ്ഞതാണ് ദൈവത്തിൻ്റെ ലോജിക്കെങ്കിൽ ദൈവത്തിന് അവനെ കുറ്റം വിധിക്കാൻ പറ്റുമോ? കാരണം ദൈവം തീരുമാനിച്ചിട്ടാണ് ഞാനെന്ത് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഈ ഉപദേശത്തെ വലിച്ചോണ്ട് പോയിട്ട് നമ്മൾ സുവിശേഷം പറയുകയും വേണ്ട, നമ്മൾ പ്രാർത്ഥിക്കുകയും, ദൈവം ഓൾറെഡി തീരുമാനിച്ചാണ്, പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഇതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാൽവിനിസ്റ്റിക് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്ര ഒരു ഇതുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അതിൻ്റെ എക്സ്ട്രീമിൽ വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ പറയുന്നത് നമ്മളങ്ങനെ കിടന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണ്ട. എല്ലാവരും അല്ല കേട്ടോ, അതിലുള്ള എല്ലാവരെക്കുറിച്ചും പറയുമല്ല. ചിലർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണ്ട, പിന്നെന്തോ അവർ സുവിശേഷം എല്ലാവരും അങ്ങനെ പറഞ്ഞ് നടന്ന് ഇതാക്കണ്ട. രക്ഷിക്കപ്പെടാനുള്ളവർ എന്ത് ചെയ്തോളൂ, നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും കുറച്ചൊക്കെ ഒരു സത്യം ദൈവത്തിൻ്റെ മുൻനിർണയം എന്നുള്ളതിൽ ഉണ്ടെങ്കിലും. കാരണം അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾ ആദ്യ സമയങ്ങളിൽ വായിക്കുമ്പം കർത്താവ് മുൻകണ്ടിട്ടുള്ളവർ എന്ത് ചെയ്തു, വിളിച്ചു എന്നാണ്. ഏതാ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തികൾ നോക്കണം, അവിടെ എഴുതിയിട്ടുണ്ട് കർത്താവ് മുന്നേ വെച്ചാൽ തൻ്റെ ഭക്തന്മാരെ കർത്താവ് വിളിച്ചു ചേർത്തു എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറയേണ്ടെന്നാണോ അർത്ഥം? എല്ലാവരോടും പറഞ്ഞു, വീട് കയറി പറഞ്ഞു എന്നാണ് എഴുതിയേക്കുന്നത്. എന്നാൽ വീട് കയറി പറഞ്ഞെങ്കിലും എല്ലാവരും രക്ഷിക്കപ്പെട്ടോ? ഇല്ല. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മുൻനിർണയവും ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ചുള്ള വ്യക്തികളാണ് രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് സത്യം. എന്നാൽ നമ്മളോട് ദൈവമാകാൻ പറഞ്ഞിട്ടില്ല കർത്താവ്. ഏത് ഞാൻ ചില ആൾക്കാരുടെ വീട് ഒരു മഞ്ഞ ചിഹ്നം ഇട്ട് കാണിക്കും നിങ്ങളെ, അത് പോയി പറഞ്ഞാൽ മതി എന്ന് ദൈവം പറയുമോ? കർത്താവ് എന്താ പറയുന്നത്? ലോകത്തിൽ ആകാശത്തിന് കീഴേ ഭൂമിയുടെ മീതെ യേശു എന്ന നാമമല്ലാതെ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിട്ടില്ലാത്ത വേറൊരു നാമവും ഇല്ലാത്തത് കൊണ്ട് കർത്താവിൻ്റെ വരവ് വരെ ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകണം. അത് നമുക്ക് ഒരുത്തൻ രക്ഷിക്കപ്പെടാനുള്ളവനാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് സുവിശേഷം പറയാനുള്ള അവകാശം ദൈവം നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് തന്നിട്ടില്ല. എല്ലാവരോടും പറയണം എന്നുള്ള ദൈവത്തിൻ്റെ ആലോചന. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ഉപദേശത്തെ പിടിച്ച് പല നിലകളിൽ
ഇപ്പം പറയുക, ഞാനൊരിക്കൽ പണ്ട് കേട്ട ഒരു ഇതുപോലെ വിശ്വസിക്കുന്ന ഒരു ഇത്ര വീട്ടിൽ ചെന്നപ്പോൾ വൈകുന്നേരം എല്ലാവരും കൂടെ അന്ന് സിനിമയ്ക്ക് പോകുന്ന പോക്കിന് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ സിനിമയൊക്കെ കാണാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന പോക്ക് കണ്ടപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടുപോയി. നമ്മളെങ്ങാനും വല്ലോ ടി വിയിലോ വല്ലോ ഒരു മൂലയൊക്കെ കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് ആവശ്യമില്ലാത്തതാ കണ്ടതെങ്കിൽ അതിൻ്റെ കുറ്റബോധം നിമിത്തം കർത്താവെ ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ നെഞ്ചു വിരിച്ച് പറയുക, ഞങ്ങളുടെ രക്ഷ എന്ത് ചെയ്യത്തില്ല, നഷ്ടപ്പെട്ടു പോവുകയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും. അപ്പോൾ അത് നോക്കിക്ക് ഏത് നിലവാരത്തിലാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. അപ്പം ഈ ദൈവത്തിൻ്റെ പരമാധികാരത്തെയും അതുപോലെ ദൈവത്തിൻ്റെ മുൻനിർണയത്തെയും തെറ്റായിട്ട് ധരിച്ചിട്ട് അതിനെ പ്രായോഗികമായിട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റായ രീതിയിൽ അതിനെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ നിമിത്തമോ കുറവുകൾ നിമിത്തമോ നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന് പറയുമ്പം അത് സത്യത്തിൽ നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുക ചെയ്യേണ്ടി. എങ്ങനെ? കർത്താവേ, നീ നിന്റെ ജീവൻ കൊടുത്ത് നീ എന്നെ വിലയ്ക്ക് വാങ്ങി, നിന്റെ പുത്രൻ്റെ രക്തത്താൽ എന്നെ നിരപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഇനി പോയി നിന്നെ വേദനിപ്പിക്കാനും നീ ആ രക്ഷയുടെ വില ഇടിക്കാനും തക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇടയാകരുതേ എന്നുള്ളതാണ് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിൻ്റെ ഹൃദയത്തിലെ പ്രാർത്ഥന. അങ്ങനെ ഇരിക്കെ അവന് അങ്ങനെ അല്ലാതെ തിരിച്ച് ചിന്തിക്കാൻ പറ്റുമോ? വചനത്തിൽ എഴുതിയേക്കാം, നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, റോമാലേഖനം 5-ാം അധ്യായം. അപ്പം ഈ ദൈവസ്നേഹം പകരപ്പെട്ട ഒരു ഹൃദയം വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ രക്ഷയെ നീ എന്ത് ചെയ്യണം? സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. കാരണം പാപം ചെയ്യുന്നതുകൊണ്ട് നിനക്കൊരു പ്രയാസവും ഇല്ല, പാപത്തിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നിനക്കൊരു കുറ്റബോധവും ഇല്ല, പാപത്തിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇതൊക്കെ ഈ പ്രോസസ്സിലുള്ളതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? വചനത്തിൽ യോഹന്നാൻ ലേഖനത്തിൽ വായിക്കുന്നത് ദൈവത്തിലും ജനിച്ചവൻ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നാ വായിക്കുന്നത്. അപ്പം അങ്ങനെ ഈ നിലയിലായതുകൊണ്ട് നമ്മൾ കുറ്റബോധത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. കർത്താവേ, എന്നോട് ക്ഷമിക്കണേ, എൻ്റെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചല്ലോ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് തരുമ്പോൾ കർത്താവ് നമ്മളോട് പറയുക, മോനെ ഭാരപ്പെടേണ്ട, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എൻ്റെ രക്തം നിൻ്റെ സകല പാപം പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് മാത്രമല്ല, മോനെ നീ ഇങ്ങോട്ട് രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ നിന്നെ കൊണ്ട് വല്ല ബോണ്ട് എഴുതിച്ചുകൊണ്ട് വല്ലോ ആണോ മോനെ ഞാൻ നിന്നെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നേ? അല്ലല്ലോ, നീ കുറവുള്ളവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിന്നെ എന്ത് ചെയ്തതാണ്? മാറോട് ചേർത്തതാണ്. അതുകൊണ്ട് എൻ്റെ സ്നേഹം നീ അപ്പച്ചാന്ന് നീ എന്നെ വിളിക്കുന്നിടത്തോളം കാലം നിന്നെ തള്ളിക്കളയാൻ എനിക്ക് പറ്റത്തില്ല മോനെ എന്ന് ഈ അപ്പച്ചൻ പറയുമ്പം ഈ സ്നേഹത്തോട് ആദരവാണോ തോന്നുന്നത്? ഈ സ്നേഹത്തെ കൂടുതൽ മുതലാക്കാനാണോ തോന്നുന്നത്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പനാകെ 1-2 വട്ടമേ ഈ എന്നെ കെട്ടിപ്പിടിച്ചിട്ടോ എനിക്കൊരു ഉമ്മ തന്നിട്ടോ ഉള്ളതെന്ന് ഞാൻ ഓർക്കുക ഇപ്പോഴും. അപ്പം അത് ഞാൻ ഇന്നും ഓർത്ത് വെച്ചിട്ടുണ്ട്. കാരണം കോളേജിൽ പോകുന്നതിൻ്റെ തലേ ദിവസം അപ്പനോട് തറുതല പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഞാൻ കോളേജിൽ പോകാനായിട്ട് ആദ്യത്തെ ദിവസം കോളേജിൽ പോകാനായിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ അച്ഛൻ രാത്രിയെല്ലാം ഉറങ്ങാതെ ഇരിക്കും. അമ്മേനോട് പറഞ്ഞ്, മോനെ ഉറങ്ങിയിട്ടില്ല, നീ പോയി ക്ഷമ പറയടാന്ന് പറഞ്ഞു. ഞാൻ നല്ലപോലെ ഉറങ്ങിയാൽ എഴുന്നേറ്റ് അച്ഛനോട്, അച്ഛൻ എന്നോട് ക്ഷമിക്കുക അച്ഛൻ പറഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചിലെന്ന് പറഞ്ഞാൽ അതുപോലെ വിതുമ്പി എൻ്റെ അച്ഛൻ, എൻ്റെ മോനെ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ സ്നേഹം ആദ്യം ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. എൻ്റെ അപ്പൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ ഒന്ന് എന്ത് ചെയ്തു, ചെറുപ്പം കാലത്ത് എന്നെ എടുത്ത് കാണും, ഉമ്മ വെച്ച് കാണാൻ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുക അതെ കെട്ടിപ്പിടിച്ച് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അപ്പൻ മറ്റുള്ളവർക്ക് എത്ര ദുഷ്ടനായിക്കൊള്ളട്ടെ, എനിക്ക് എൻ്റെ അപ്പനാരാ? അദ്ദേഹത്തുമായിട്ടുള്ള സ്നേഹ സമ്പർക്കം എനിക്ക് മറക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ഇടപാട് പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് തുമ്മിയാ തെറിക്കുന്ന മൂക്ക് പോലുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വീഴ്ചകൾ ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രക്ഷയാണ് നമുക്ക് തന്നിരുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ദൈവസന്നിധിയിൽ വിശുദ്ധിയിലോ ദൈവകൃപയിലോ വളരാനായിട്ട് ഇടയാകത്തില്ല. അങ്ങനെയുള്ളൊരു രക്ഷയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ കർത്തൃത്വത്തെ തള്ളിക്കളയുന്ന ഒരു അനുഭവം വേറെയാണ്. നോക്കട്ടെ, ഈ 9-ാം അധ്യായം വെച്ച് തന്നെ അതും ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാപിയായിരുന്നു, ശരി, നമ്മൾ പാപിയാണെന്ന് അറിഞ്ഞത് എങ്ങനെയാണ് ചോദിച്ചാൽ എൻ്റെ ഉത്തരം എന്ത് പറയാം? ദൈവകൃപയാണ് ഞാൻ പാപിയാണെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റു പറഞ്ഞത് എങ്ങനെയാണ്?
ഏറ്റു പറയാനുള്ള കഴിവ് തന്നതും ആരാ? കർത്താവ് എനിക്ക് തന്നത്. പാടുന്ന പോലെ പറയാൻ നാവിന് ബലമായി, പോകാൻ കാലിന് പറയാൻ നാവിന് വാക്കായി, പോകാൻ കാലിന് ബലമായി എന്ന് പണ്ടൊരു പാട്ട് പാടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനൊരു പാപിയാണെന്നും എനിക്കൊരു രൂപാന്തരം വേണമെന്നും ഈ ദൈവത്തെ അറിയണമെന്നും ഒക്കെയുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലിട്ടത് ദൈവം തന്നെയാണ്. എന്നാൽ ഇതൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുമ്പോഴും എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയെ മാനിച്ചുകൊണ്ടാണ് ദൈവം ഇത് ചെയ്തതെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ, കർത്താവിനെ മുൻകണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഇടയാകത്തില്ല. ഒന്ന്. രണ്ട്, ദൈവം എന്നെ മുൻകണ്ടു എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുമുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. കാരണം എന്താ? അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ അനുരൂപരാകാൻ മുൻനിയമിച്ചിരിക്കുന്നു. 8:29. അപ്പം അവൻ മുൻനിയമിച്ചത് ആരെയാണ്? മുന്നറിഞ്ഞവരെ. കർത്താവിൻ്റെ മുന്നറിവ് നിമിത്തം കർത്താവ് അറിയുന്നു ഇന്ന ആൾക്ക് ഇന്ന സാഹചര്യങ്ങളൊക്കെ കൊടുത്താലും അവൻ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നറിഞ്ഞുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? നമ്മളെ മുൻനിയമിക്കുന്നു. ശരി, അങ്ങനെ തന്നെ ആകട്ടെ. ഈ മുന്നറിവെന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല. യൂദാ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. ചിലർ പറയുന്നുണ്ട് യൂദാ ദൈവത്തിൻ്റെ പൗലോസ് ശുശ്രൂഷകനായിരിക്കുന്ന പോലെ തന്നെ യൂദായും ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. എന്നാ ശുശ്രൂഷയാണ് ചെയ്തത്? കർത്താവിനെ ഒറ്റയ്ക്കൊടുത്ത ശുശ്രൂഷ. യൂദാ ഇല്ലായിരുന്നെങ്കിൽ ഈ കർത്താവ് ക്രൂശിക്കപ്പെടുമായിരുന്നോ? അതുകൊണ്ട് യൂദാ ചെയ്തതും എന്താ? ഒരു ശുശ്രൂഷയാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ യൂദാ ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം യൂദായ്ക്ക് തന്നെ. കാരണം ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് മോനെ പോയി കർത്താവിനെ നീ ഒറ്റിക്കൊടുക്കടാന്ന് ഒരിക്കലും കർത്താവ് അവനോട് എന്ത് ചെയ്തിട്ടില്ല, അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ല. അവന് മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ പത്രോസ് ചെയ്തത് യൂദാ ചെയ്തതിനേക്കാളും വലിയ തെറ്റായിരുന്നു, ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത തെറ്റ്. എന്നാൽ ദൈവകൃപയിൽ അവൻ ശരണപ്പെട്ടതുകൊണ്ട് അവന് മടങ്ങി വരാനായിട്ട് മാനസാന്തരപ്പെടാനിടയായിട്ട് നമുക്കറിയാമല്ലോ. അപ്പം ഈ എന്താ പറഞ്ഞുകൊണ്ട് വന്നേ? ഈ മുന്നറിവെന്ന് പറയുന്നത്, ഈ മുന്നറിവുള്ളത് കൊണ്ട് ദൈവം നമ്മളെ മുന്നേൽപ്പിച്ചു എന്ന് മാത്രമല്ല. ഞാൻ ചുരുക്കമായിട്ട് പറയാൻ ആഗ്രഹിക്കുക, ഈ മുന്നറിവെന്നുള്ളത് നമ്മളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ഇടപെടും. ഞാൻ കഴിഞ്ഞ ദിവസം ഉദാഹരണവും പറഞ്ഞു. കാരണം ഞാൻ സാധാരണഗതി പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ കണ്ട മുന്നിൽ നിങ്ങളെല്ലാം ഇരിക്കുന്നു. മാത്രമല്ല ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ റെക്കോർഡ് ഒരുപക്ഷെ കേൾക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പല ആൾക്കാർ ഒരുപക്ഷെ കാണും. എനിക്കറിയാവുന്ന പലരെക്കുറിച്ചും ഇത് അവർ കേൾക്കുകയാണെങ്കിൽ ഇവരിൽ ഓരോരുത്തരും എന്നാ ഉത്തരം പറയും എന്നുള്ളതും എനിക്ക് ഏകദേശം അറിയാം. ചിലർ പൂർണ്ണമായിട്ട് സമ്മതിക്കും, ചിലരെന്ത് ചെയ്യും, ഇതിനോട് എതിർക്കും. അല്ല ബ്രദറെ അങ്ങനെ അല്ലാതെ ചിലർ ആർഗ്യൂ ചെയ്യും. ചിലർ പല പല റെസ്പോൺസ് എന്ത് ചെയ്യും. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരും എൻ്റെ ഇത് കേൾക്കും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പ്രസംഗിക്കുന്നത്. എന്നാലും ഓരോരുത്തരുടെ റെസ്പോൺസ് എന്നാന്ന് എനിക്കറിയാം. അത് എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഗൾഫിലിരിക്കുന്ന ഒരാൾ ഇന്നതുപോലെ പ്രതികരിക്കും എന്നുള്ളതുകൊണ്ട് എനിക്കറിയാവുന്നതുകൊണ്ട് ഇപ്പം ഇത് പ്രസംഗിച്ച് കഴിയുന്നുള്ള ഞാൻ അവനോട് വിളിച്ച് പറയുമോ, എടാ എൻ്റെ പ്രസംഗം ഒരെണ്ണം വരുന്നുണ്ട്, നീ ഇന്നതുപോലെ പ്രതികരിച്ചോണമെന്ന് ഞാൻ പറഞ്ഞിട്ടാണോ അവൻ പ്രതികരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ ശരി. മനുഷ്യനായ എനിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ദൈവം ഒരു മനുഷ്യൻ്റെ ഇൻഡിവിജ്വാലിറ്റിയെ ദൈവം മാനിക്കുന്നു. അവൻ ഒരിക്കലും അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ട് അവനെ ഒരു റോബോട്ടാക്കി മാറ്റാൻ, അവനെ ഒരു പാവയാക്കി മാറ്റാനായിട്ട് ദൈവം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. അവൻ്റെ ആ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും മാനിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ദൈവികമായ സന്ദേശങ്ങളും ദൈവികമായ വെളിപ്പാടുകളും ദൈവം അവൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. അല്ലാതെ രക്ഷിക്കപ്പെടാൻ പോകുന്ന ഒരാളോട് ദൈവം ഇടപെടാതൊന്നും ഇരിക്കുകയല്ല. നമ്മൾ തന്നെ വായിക്കും, രക്ഷ പ്രാപിപ്പാനിരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കുന്ന സേവകാത്മാക്കൾ അല്ലേ? ഈ സേവകാത്മാക്കൾ പോയി എന്തോ ചെയ്യുന്ന രക്ഷയെ പ്രാപിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി രക്ഷിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയല്ലേ ചെയ്യുന്നത്, അതല്ലേ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാമല്ലോ. അപ്പം ഇതാണ് നമുക്ക് അതിനെപ്പറ്റി പറയാനായിട്ട് കഴിയുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ ഈ ദൈവവചന ഭാഗം വായിക്കുമ്പോഴാണ് നമുക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താ, നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അത് ചിന്തിച്ചു. കാരണം അതിൽ 22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം കാണാം നമ്മൾ ആരാ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 9-ാം അധ്യായം 22-23 വാക്യങ്ങൾ. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മെ അവന്റെ തേജസ്സിന്റെ
വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിലെന്ത്. അപ്പൊ കരുണാപാത്രങ്ങളായ നമ്മിൽ അവിടെ എഴുതിയേക്കുന്ന കോപപാത്രങ്ങൾ ആരാ? കരുണാപാത്രങ്ങളായ നമ്മിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഒബ്ജക്ട്സ് ഓഫ് റാത്ത് ആരാ? നോക്കിയാൽ ശ്രദ്ധിച്ചത്, എൻ്റെ മുഖത്ത് നോക്കിയാൽ ഉത്തരവില്ല, ആ വാക്യത്തിൽ ഉത്തരവുണ്ട്. കരുണാപാത്രങ്ങളായ നമ്മിൽ. കോപപാത്രം ആരാന്ന് നിങ്ങളിപ്പോൾ പറയണം. ഇവിടെ ഒരു മുൻനിർണയത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താ അത്? ആരാ കോപപാത്രം ഒന്ന് കണ്ടുപിടിച്ചോ? രക്ഷിക്കപ്പെടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപപാത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെയാ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഒറിജിനലി നമ്മുടെ എന്തിനു വേണ്ടിയായിരുന്നു? നമ്മൾ ആരായിരുന്നു? അങ്ങനല്ലേ? ആ വാക്യം വായിച്ചു നോക്കി. ഇംഗ്ലീഷ് വായിച്ചാൽ കുറച്ചുകൂടെ വ്യക്തമാണ്. ആരാ കോപപാത്രം? ഉറക്കെ വായിച്ചേ, ഇംഗ്ലീഷ് വായിച്ചേ. What if God, choosing to show His wrath and make His power known, bore with great patience the objects of His wrath, prepared for destruction? What if He did this to make the riches of His glory known to the objects of His mercy, whom He prepared in advance for glory? എനിക്കതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ സത്യത്തിൽ കോപപാത്രങ്ങളായിരുന്നെങ്കിലും അവൻ നമ്മുടെ യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് നിമിത്തം അവൻ എന്ത് ചെയ്തു? അവൻ നമ്മളെ കരുണാപാത്രങ്ങളാക്കി. അപ്പം നമ്മൾ പറയുക, ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, ദൈവം ഒരിക്കൽ തീരുമാനിച്ചാൽ വ്യത്യാസമില്ല. അത് ഞാനിവിടെ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുള്ളത് പോലത്തെ ഒരു എക്സാമ്പിളാണ്. ദൈവം പണ്ട് ആരാണ്ട് ചോദിച്ചു, രാജാവിൻ്റെ കർണക്കുറ്റിക്ക് അടിക്കാൻ ആർക്ക് പറ്റുമോ? രാജാവിൻ്റെ സദസ്സ് മുഴുവൻ സ്തബ്ധമായിപ്പോയി. രാജാവിൻ്റെ കർണക്കുറ്റിക്കിട്ട് അടിക്കാനോ? ദൈവമേ! നമ്മുടെ ജോനഥാൻ പണ്ട് പറഞ്ഞോണ്ട് കർണക്കുറ്റി അടിങ്ങെന്നും പറഞ്ഞുകൊണ്ട് നടന്ന പോലെ എല്ലാവരും ഞെട്ടിപ്പോയി. അവസാനം ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സാറേ ഒരാളുണ്ട് അടിക്കാൻ, ഒരാൾ. അത് സാറ് ഈ രാജാവിൻ്റെ കൊച്ചു മോളോ കൊച്ചിനെ ഇങ്ങനെ എടുക്കുമ്പം കൊച്ചുങ്ങൾ കർണക്കുറ്റിക്കിൽ അടിക്കാൻ അടികൊള്ളാത്ത ആരുണ്ട്? അപ്പനും അമ്മയാണെങ്കിൽ ആദ്യം ആ കുഞ്ഞിക്കൈ കൊണ്ട് അടിക്കുന്നതന്നെ നമുക്കൊരു ഇഷ്ടമാണ്, അല്ലേ? അപ്പോൾ രാജാവിൻ്റെ മോള് അല്ലെങ്കിൽ രാജാവിൻ്റെ മോനുണ്ടെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം, ദൈവത്തെ തോൽപ്പിക്കാൻ ഇന്ന് ആർക്ക് പറ്റും? അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി യേശുക്രിസ്തു മുഖാന്തരം അവൻ്റെ മക്കളായി തീർന്ന നമുക്ക് ആരെ തോൽപ്പിക്കാൻ പറ്റും? ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റും കേട്ടോ. വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്നൊരു ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ പ്രബോധിപ്പിക്കുന്നവൻ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. അപ്പം ദൈവം തൻ്റെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ദൈവികമായ ചില തീരുമാനങ്ങളിൽ ഇടപെടാനായിട്ടുള്ള ദൈവം അവസരം തരുന്നു. ദൈവികമായ തീരുമാനങ്ങളിൽ ചില തീരുമാനങ്ങൾ പറയാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. അബ്രഹാമേ, നിന്നോട് പറയാതെ ഞാൻ വല്ല കാര്യം ചെയ്യുമോ? ഞാൻ എന്നാ ഇവിടെ സോദോമിലും ഗൊമോറയിലും എന്നാ ചെയ്യണ്ടേ? ആരെ കൂടെ കൂട്ടിയേക്കുക? ഇപ്പം അബ്രഹാമിനെയും കൂടെ ആലോചനക്കാരനായിട്ട് കൂട്ടിയേക്കുക. നമ്മുടെ പല പ്രാർത്ഥനകളും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തായിട്ടാണ്? നിത്യതയിൽ ദൈവം തീരുമാനിച്ച ചില വിഷയങ്ങളാണെങ്കിലും ആ നിത്യതയിൽ തന്നെ വേറെ ചില കാര്യങ്ങളും കൂടെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ദൈവം നിത്യതയിൽ തീരുമാനിച്ച ചില കാര്യങ്ങൾ കല്ലേൽ എഴുതിയ എഴുത്തുപോലെ ഉറച്ചുപോയി എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് തെറ്റി. കാരണം എന്താ? ഈ നിത്യതയിൽ ദൈവം ചില കാര്യങ്ങൾ തീരുമാനിച്ചപ്പം അതിൻ്റെ കൂടെ വേറെ ചില കാര്യങ്ങളും കൂടെ തീരുമാനിച്ചായിരുന്നു. അതെന്താണെന്നറിയാവോ? എൻ്റെ സൃഷ്ടിയിൽ, എൻ്റെ സ്വരൂപത്തിൽ ഞാൻ ചില മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചിട്ട് അവരേത് സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്? യേശുക്രിസ്തു ലോകത്തിൽ വരുമ്പോൾ എടുക്കാനിരുന്ന ആ രൂപത്തിൽ അവരെന്ത് ചെയ്യപ്പെട്ടു? സൃഷ്ടിക്കപ്പെട്ടു എന്ന് റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ എടുക്കാനിരുന്ന രൂപം ഏതാണോ ആ രൂപത്തിൽ ആദാമിനെ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. പറഞ്ഞു മനസ്സിലായി? അപ്പം ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് അവരിൽ കുറച്ച് പേര് ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്നു. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ദൈവത്തിൻ്റെ ഹൃദയം കവർന്ന് അവൻ്റെ ഹൃദയത്തിന് പിന്നാലെ നടക്കുന്ന ചില മനുഷ്യരായിട്ട് അവർ തീർന്ന് അവരിരുന്ന് കണ്ണുനീരോടെ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയും കൂടെ ദൈവം മുൻനിർണയിച്ച വിഷയമാണ് നമ്മൾ ഓർക്കണം. ഈ ചില ആൾക്കാർ ദൈവം ഒറ്റയ്ക്കുന്ന ഏതോ റൂമിലിരുന്ന് മുൻനിർണയിച്ചു എന്നുള്ള ഒരു കൺസെപ്റ്റിലായി ഇത് എന്ത് ചെയ്യുന്നത്. ഇത് ഇനി ആര് പറഞ്ഞിട്ട് കാര്യമില്ല, സുവിശേഷവും പറയണ്ട, പ്രാർത്ഥിക്കുകയും വേണ്ട എന്ന് പറയുന്നത് ആ കൺസെപ്റ്റിലാണ്. എന്നാൽ ദൈവം ചില കാര്യങ്ങൾ തീരുമാനിച്ചപ്പം ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം.
അതിൻ്റെ പുറകിൽ ദൈവം വേറെ ചില കാര്യങ്ങളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ മുൻനിർണയം ഉണ്ടെങ്കിലും ആ തക്ക സമയത്ത് എന്ത് ചെയ്യും, ആ ചില വ്യക്തികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും അവരുടെ ഭവനത്തിൽ പോവുകയും സുവിശേഷം പറയുകയും. ഇപ്പം നമുക്കറിയാം, ഫിലിപ്പിയ ജയിലിൽ പൗലോസും ശീലാസും അവിടെ കിടക്കുക. പൗലോസ് ശീലാസിനോട് പറയുക, എടാ എല്ലാം മുൻനിർണയിച്ചതാ കേട്ടോ, നീ അവിടെ അടങ്ങിയിരുന്നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നടന്നേനെ. മക്കദോന്യയിലേക്ക് പോകുന്നതിന് മുന്നേ പൗലോസ് പ്രാർത്ഥിക്കുക, ഞാൻ എങ്ങോട്ടാ പോകേണ്ടി, മക്കദോന്യക്കാരനായ ഒരു മനുഷ്യൻ വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് എന്ത് ചെയ്യുന്നു, അപേക്ഷിക്കുന്നത് കാണുക. എടാ അതൊന്നും കാര്യമില്ല, ദൈവം മുൻനിർണയിച്ച വിഷയമാണ്, നമ്മളിതിൽ എന്ത് ചെയ്യണ്ട, ഇടപെടേണ്ട. ഇത്രയും വലിയ സൂപ്പർ ദൈവം മുൻനിർണയിച്ച കാര്യത്തിൽ നമ്മൾ ഈ മനുഷ്യപ്പുഴുക്കൾ ഇടപെടാനോ വേണ്ടെന്ന് പറഞ്ഞോ? പൗലോസിൻ്റെ ദർശനവും പൗലോസ് സുവിശേഷയിലേക്ക് ഇറങ്ങിയതും അവിടെ പോയതും പരിശുദ്ധാത്മാവ് അവനെ നടത്തിയതും പരിശുദ്ധ ദൈവസന്നിധിയിൽ സുവിശേഷം അറിയിപ്പാൻ തക്കണം ഏഷ്യയിലേക്കും മറ്റ് ചില സ്ഥലങ്ങളിലേക്കും പോകാൻ ആഗ്രഹിച്ചതും പരിശുദ്ധാത്മാവ് തടഞ്ഞതും, ഫിലിപ്പിയയിൽ ചെന്നതും ലുദിയയുടെ ഹൃദയം ദൈവം തുറന്നതും, അവിടെ പ്രാർത്ഥനാ സ്ഥലത്ത് അവിടെ പോയി അല്ലെങ്കിൽ അവിടെ ദൈവവചനം പരന്നതും, വെളിച്ചപ്പാടായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷണം പറയുന്ന ഒരുത്തൻ ഇതാ ദൈവത്തിൻ്റെ രക്ഷാമാർഗം അറിയിക്കുന്നവനെന്ന് പറഞ്ഞ് അതിനെ ശാസിച്ചതും, പ്രശ്നങ്ങളുണ്ടായതും, ജയിലിൽ പിടിച്ചിട്ടതും, അവിടെ കിടന്നുകൊണ്ട് കൈയടിച്ച് പ്രാർത്ഥിച്ചതും തീർന്ന കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ രാത്രി കൈയടിച്ച് പ്രാർത്ഥിച്ച് കുലുങ്ങിയതും, ജയിലർ മുന്നോട്ട്, ഇതൊക്കെ മുൻനിർണയത്തിലുണ്ടായിരുന്നെന്ന് ഓർക്കണം. മുൻനിർണയം എന്ന് പറയുന്നത് നമ്മൾ ചില റിസൾട്ട് മാത്രമേ മുൻനിയമിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടോ? ഇത് മുൻനിർണയിച്ചതാണെങ്കിൽ അതിന് മുന്നേ ഉള്ള ചില പ്രോസസ്സുകൾ, ദൈവികമായ ചില പദ്ധതികളുണ്ട്, അതും കൂടെ എന്ത് ചെയ്തതാണ്. ദൈവത്തിൻ്റെ വചനം വായിച്ചോ, എഫേസ്യർ വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ മുൻനിർണയം, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഇത്രയും സ്ട്രോങ് ആയിട്ട് മുൻനിർണയത്തെ പറ്റി പറയുന്ന ഈ എഫേസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ 2 സ്ട്രോങ് പ്രാർത്ഥനകളുണ്ട്. 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും നമ്മൾ കാണുന്ന സ്ട്രോങ് പ്രാർത്ഥന. അപ്പോൾ എന്തിനാണ് ഈ പ്രാർത്ഥിച്ച? മുൻനിർണയിച്ചെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കണം. തികച്ചും നിഷേധാത്മകമായിട്ടുള്ളൊരു നിലപാടാണ്. ചില കാൽവിനിസ്റ്റിക് ഡോക്ടറിൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തേക്കുക, അത് എന്താ സത്യത്തിൽ അത് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാകാതെ തങ്ങളുടെ നാശത്തിന് വേണ്ടി അത് കോട്ടിക്കളയുന്ന അനുഭവമായി ഇവിടെ കാണുന്നത്. നമുക്കറിയാമല്ലോ ഈ ഇസ്രായേൽ മക്കൾക്ക് എന്നാ സംഭവിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ സത്യത്തിൽ ആരായിരുന്നു? കോപപാത്രങ്ങളായിരുന്നു. കോപപാത്രങ്ങളായ നമ്മെ കർത്താവ് എന്ത് ചെയ്തു? യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം നമ്മൾ ആരായിത്തീർന്നു? യേശുക്രിസ്തുവിൽ അല്ലെങ്കിൽ നമ്മൾ കോപപാത്രങ്ങളാണ്, നമ്മൾ നശിക്കേണ്ടവരാണ്, നാശരോഗിയായ കോപപാത്രങ്ങളാണ്. നമ്മൾ മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യരാശിയും. അപ്പം ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുത്താനുള്ള എന്തായിട്ട് തീർന്നു? ദൈവത്തിൻ്റെ പദ്ധതി മാറുമോ? മാറുകയാണെന്ന് ഒരു സൈഡിൽ പറയും, എന്നാൽ മാറിയിട്ടില്ല വചനത്തിൽ. ഈ ദൈവത്തിൻ്റെ പദ്ധതിയെ മാറ്റാൻ കഴിയുമ്പോൾ പ്രാർത്ഥിക്കാനും കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനും സൊദോമിനെ ഗൊമോറയെ നശിപ്പിക്കാൻ പോവുക. ഇവിടെ പിന്നെ ബാറുവിളി നടത്തുന്ന പോലെ ബാറുവിളി തുടങ്ങി. ആര്? അബ്രഹാം. 50 ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല. പണ്ട് ഞാൻ ഈ 1-ാം ക്ലാസ്സിൽ ഒരു ചുരുളി വിറക് വെച്ചിട്ട് അപ്പച്ചട്ടി കാഞ്ഞോ എന്നുള്ള ഇതായിരിക്കും അബ്രഹാമിന് ഇത് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പാഠം. നിങ്ങളാരും ഇംഗ്ലീഷ് മീഡിയംകാർ പഠിച്ചിട്ടില്ല, ഞങ്ങളൊക്കെ ഈ മലയാളം മീഡിയംകാർ പഠിച്ചതാണ്. 10 ചുള്ളി വിറക് വെച്ചപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ച പോലെ പല പ്രാവശ്യം ചോദിക്കുക, കർത്താവേ നീ നശിപ്പിക്കുമോ? അപ്പം അബ്രഹാമിന് ദൈവത്തോട് പറയാനുള്ള പവറുണ്ടോ? ദൈവത്തിൻ്റെ പദ്ധതി പ്ലാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കാനുള്ള ഇത് ആ കാര്യത്തിൽ അബ്രഹാമിനെയും കൂടെ ആലോചനക്കാരനാക്കിയോ? അബ്രഹാമിനെ അതിൽ ആലോചനക്കാരനാക്കി എന്നുള്ളത് ദൈവത്തിൻ്റെ മുൻനിർണയത്തിലുണ്ടോ? അതുകൊണ്ട് അത് ഈ മുൻനിർണയത്തിൽ നിന്ന് ഇതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇതെല്ലാം ഈ മുൻനിർണയത്തിലുണ്ട്. ഇന്നീ പകൽക്കാലം ഈ വചനം കേൾക്കുന്നത്, നമ്മൾ ഈ പറയുന്നത്, ഇതൊക്കെ എവിടെ ഉണ്ട്? മുൻനിർണയത്തിലുള്ള വിഷയങ്ങളാണ്. നമ്മളെ ഇതിൽ അവോയ്ഡ് ചെയ്തിട്ട് മുൻനിർണയം നമ്മൾ പഠിക്കരുത്. ഇതെല്ലാം ഈ മുൻനിർണയത്തിലുള്ളത്. നോക്കിയാട്ടെ, അപ്പം അവിടെ പറയുക
എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും, കുശവന് മണ്ണിൻ്റെ മേൽ അധികാരമുള്ളതുപോലെ എനിക്ക് ചെയ്യാനുള്ള ശക്തി ഇല്ലയോ എന്ന് ചോദിക്കുമ്പം തന്നെ ദൈവം തൻ്റെ ഈ സോവർണിറ്റി, തൻ്റെ സ്വേച്ഛാധിപത്യം എന്ന് മലയാളത്തിൽ പറഞ്ഞത് തെറ്റായ വാക്കാണ്. ദൈവം ഒരു ധന്യനായ ഏകാധിപതിയാണ്. ധന്യനായ ഏകാധിപതി എന്നാണ് പറയാം. തിമോഥെയോസ് 6:15 പറയാം. only ruler, Lord of Lords. ധന്യനായ ഏകാധിപതി. ഈ ധന്യനായ ഏകാധിപതി എന്താ ചെയ്തേ? ഈ തനിക്ക് കിട്ടിയ ഈ സ്വേച്ഛാധിപത്യം വെച്ച് ഈ ധന്യനായ ഏകാധിപതി എന്താ ചെയ്തേ? അത് നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ രക്ഷയ്ക്കും ആക്കി തീർക്കുക ദൈവം ചെയ്ത്. അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ നീ ആരാടാ എന്നോട് ചോദിക്കാം, നീ പോയി നശിക്കടാ എന്ന് പറയുകയല്ലേ ചെയ്തേ. നാശത്തിന് എന്ന് പറഞ്ഞ് നെറ്റിയിൽ എഴുതിയിരുന്ന നമ്മളെ നിത്യനാശത്തിന് എന്ന് അതിനുവേണ്ടി വിധിക്കപ്പെട്ട നമ്മളെ നമ്മുടെ തലയിലെഴുത്ത് മാറ്റി, നമ്മുടെ മേലെഴുത്ത് മാറ്റി നമ്മളെ ആരാക്കി തീർത്തു? കരുണാപാത്രങ്ങളാക്കി തീർത്തു എന്നുള്ളതാണ്. വചനത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണാമോ? ഇപ്പം നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ ചില കോളേജിലൊക്കെ ചെന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട്, എന്നാന്ന് വെച്ചാൽ അഡ്മിഷനൊക്കെ കഴിഞ്ഞു സാർ, എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല സാറേ. പ്രിൻസിപ്പളിൻ്റെ മാനേജറിൻ്റെ ഇതായിട്ടൊരു 10% വെച്ചിട്ടുണ്ട്. അപ്പോൾ സീറ്റ് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ വിചാരം എന്താ? ഈ മാനേജറുടെ കാലയിലും കെട്ടി പറഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് കിട്ടത്തുള്ളൂ എന്ന് വെച്ച് വിചാരിച്ചിരിക്കുക. അപ്പം ഇത് ആർക്കുള്ള പവറാണ്? മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ പവർ എന്ന് പറയുന്നത് പോലെ എനിക്ക് ഈ ഭാഗം വായിച്ചപ്പോൾ തോന്നിയത്. കാരണം എല്ലാം തീർന്നു, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം മുഴുവൻ തീർന്നു, ഇനി ഒരു സീറ്റും ഇല്ല. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം മുന്നോട്ട് വരുന്നവർക്ക് എന്തുണ്ട്? ഒരു സ്പെഷ്യൽ ഇതായിട്ട് ഫ്രീ ആയിട്ടുള്ള എന്തുണ്ട്? കുറച്ച് സീറ്റ് ഇവിടെ ബാക്കിയുണ്ട്. അത് മാനേജറായിട്ട് എന്ത് ചെയ്യുക? ഫ്രീ ആയിട്ട് തരിക. അതെനിക്ക് ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, കർത്താവേ, നീ സ്വേച്ഛാധിപതിയും രാജാതിരാജാവും കർത്താവും ധന്യനായ ഏകാധിപതിയും, നിന്റെ ഇഷ്ടത്തോട് മറച്ചു നിൽക്കാൻ ആർക്കും കഴിയത്തില്ല. കുശവന് കടിമണ്ണിന് കുശവനോട് ചോദിക്കാൻ കഴിയാത്തത് നിന്നോട് ചോദിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ വിചാരിച്ച് എൻ്റെ സകലവും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പം ഒരുപക്ഷെ മാനുഷികമായിട്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് ദൈവത്തോട് അടുക്കാൻ വകുപ്പില്ലാത്ത എന്നെ ഈ നിൻ്റെ സോവർണിറ്റി, ഈ നിൻ്റെ പവറും ഈ നിൻ്റെ അധികാരവും ഉപയോഗിച്ച് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത എന്നെ നീതീകരിക്കാൻ വേണ്ടിയാണ് നീ ഈ പവർ എന്ത് ചെയ്തത്? ഉപയോഗിച്ചത്. അങ്ങനെയാകുമ്പോൾ ദൈവത്തിൻ്റെ ഈ സ്വേച്ഛാധികാരത്തെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ദൈവം സോവറിനാണ്. അവർ ഗോഡ് ഈസ് എ സോവറിൻ ഗോഡ്, ബട്ട് ഹി യൂസ് ദാറ്റ് സോവർണിറ്റി ടു സേവ് us and love us, to reveal his that depth of his love towards us. അതായി ദൈവം ചെയ്തത്. അത് വായിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സന്തോഷമുണ്ടായി. കർത്താവേ, ഇതെല്ലാം തീർന്നുപോയി, എല്ലാം തീർന്നു, എല്ലാം നിയമിച്ചു, ഇനി അങ്ങനെ പറ്റിയ കാര്യമില്ല എന്ന് പറയുന്നെങ്കിലും, എല്ലാം തീരുമാനിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരവസ്ഥയിലാണെങ്കിലും, ഇല്ല കർത്താവ്, നിന്റെ ദയയുടെ മുന്നിൽ ഇനി എന്തുണ്ട്? അതുകൊണ്ടാണ് ചില ഭക്തന്മാരൊക്കെ പിന്നെ എന്ത് ചെയ്ത്, കാരണം ദാവീദിനോട് പറഞ്ഞു നിന്റെ കാര്യം പോക്കായി എന്ന് പറഞ്ഞതാ, ഇനി നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അവൻ പറഞ്ഞു, നീ യഹോവേ എൻ്റെ തല ഉയർത്തുന്നവനും എൻ്റെ കിരീടവും ആകുന്നു എന്ന് പറഞ്ഞു. എവിടെ വെച്ചാണ്? സകല മനുഷ്യന് സ്വന്തം മകൻ വരെ കൊല്ലാൻ നടക്കുന്ന സമയത്ത് അഹീതോഫേലിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ആലോചന എന്ന് പറഞ്ഞപ്പം അങ്ങനെ അഹീതോഫേൽ പോലും ആരോട് എതിർത്തു? ദാവീദിനോട് എതിർത്ത് എല്ലാവരും പറയുക, ഇനി അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് എല്ലാവരും അവനെക്കുറിച്ച് പറയുന്നു. നീയോ യഹോവേ, എല്ലാവരും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാലും എനിക്കറിയാം ഈ പ്രത്യേക ചില പ്രൊവിഷൻ ഉണ്ട് ഈ പ്രിൻസിപ്പളിന്. ഈ പ്രിൻസിപ്പളിൻ്റെ കാല് പിടിച്ചാൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞാലും അവൻ എന്നെ എന്ത് ചെയ്യും? അങ്ങനെയുള്ള എത്ര ഇൻസ്റ്റൻസസ് ഹിസ്കിയാവ് പറയുക. ഹിസ്കിയാവിനോട് യെശയ്യാവ് പോലുള്ള വലിയ ശ്രേഷ്ഠ പ്രവാചകൻ പോയി പറയുക, എന്താ ഗ്രഹകാര്യക്രമത്തിലാക്കിക്കോ, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തോ, വെക്കാനുള്ളതൊക്കെ വെച്ചോ, നിന്റെ കാര്യം. യെശയ്യാവ് പ്രവചിച്ചത് ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? യെശയ്യാവ് പ്രവചിച്ചേക്കുന്നത് മൈനർ പ്രവാചകന്മാരുമല്ല, ഏതാ മേജർ പ്രോഫറ്റ്. എന്തു പറഞ്ഞു? ശരി സാറേ, സാറ് വയ്ക്കുമെന്നും പറഞ്ഞ്
പ്രവാചകന് സ്വത്രാഴ്ച കൊടുത്ത് എന്ത് ചെയ്തു? സ്വത്രാഴ്ച കൊടുത്ത കാര്യം അവിടെ എഴുതിയിട്ടില്ല, നമ്മൾ പറയുക. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ മതിലിനോട് തിരിഞ്ഞു. നീ എങ്ങോട്ടും തിരിയാനായിട്ടില്ല, മതിലിൻ്റെ നേരെ മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ? തിരിയാനായിട്ടുള്ളൂ. കൈപ്പോടെ കരഞ്ഞു എന്നാ പറയുന്നത്. കൈപ്പോടെ എന്ത് ചെയ്തു? മടങ്ങി, നിന്റെ ആയുസ്സിൽ 15 വർഷം ഞാൻ കൂട്ടുന്നു എന്നു മാത്രമല്ല, മടങ്ങിപ്പോയ സൂര്യനെ 15 ഡിഗ്രി എന്ത് ചെയ്യുന്നു? എത്രയോ ഡിഗ്രി ഞാൻ എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ. അപ്പം എത്രയോ നമുക്ക് വചനത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവേ നിന്റെ ദയ അത് എന്ന് വന്ന് അത് ഓരോ പ്രഭാതത്തിലും പുതിയത്. എന്ന് മാത്രമല്ല, ആ ദയയിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ആ ദയക്ക് എന്തില്ല? ഒരു ലിമിറ്റില്ലാത്ത ദയ. അപ്പം ചില നിയമങ്ങൾ പറഞ്ഞ് നമ്മളെ പുറത്തടയ്ക്കാനല്ല ദൈവം തന്നെ സോവറിനിറ്റി ഉപയോഗിച്ചു. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെന്തോ ചെയ്തത്? ഇത് നിയമപ്രകാരമല്ല ഞാൻ ചെയ്യുന്നത്, എന്നാലും ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ മനുഷ്യരാശിയുടെ രക്ഷകൻ, ഇതിനുവേണ്ടി ജീവൻ കൊടുത്തവൻ എന്നുള്ള ആ റൈറ്റ് വെച്ച് ഞാൻ തന്നെ എന്ത് ചെയ്യുക? നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ തന്നെ നീതീകരിക്കുക. ഇങ്ങനൊരു അവസ്ഥ വചനത്തിൽ എവിടെയാണ് നിങ്ങൾ കാണുന്നത്? ഇതാ ദൈവത്തിൻ്റെ സോവറിനിറ്റി ദൈവം ഉപയോഗിച്ചത്. അല്ല നമ്മളെ അകറ്റാനല്ല, നമ്മളെ അടുപ്പിക്കാനായി എന്ത് ചെയ്തേ ദൈവം ഈ സോവറിനിറ്റി ഉപയോഗിച്ച് നമ്മൾ കാണുമ്പോൾ എത്ര മഹത്തരവും എത്ര ശ്രേഷ്ഠവും. മാത്രമല്ല തുടർന്ന് നമ്മൾ വായിക്കുമ്പം തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് കാണുന്ന കാര്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. കാരണം എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ത് ചെയ്തത്? കർത്താവിനെ കണ്ടെത്താൻ കഴിയും. കാരണം വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർ ഇടച്ചക്കല്ലിന്മേൽ തട്ടി എന്നവിടെ 32-ാം വാക്യമാണ് പറയുന്നത്. അപ്പം ഒരു മുഖവിലയ്ക്കായിട്ട് അവർക്ക് പ്രവൃത്തികളാണ് ഉണ്ടായിരുന്നത്. ന്യായപ്രമാണം ചെയ്യുന്നവൻ അത് മുഖാന്തരം ജീവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആക്ച്വലി ദൈവം ഉദ്ദേശിച്ചത് എന്താ? ഇപ്പോൾ ഒരു ടീച്ചർ ഒരു കൊച്ചിന് ഒരു പ്രോബ്ലം ഇട്ട് കൊടുക്കുന്ന പോലെ നല്ല കട്ടിയുള്ള ഒരു കണക്കിട്ട് കൊടുത്തു. ടീച്ചർ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇവനത് ചെയ്യത്തില്ല എന്ന് ടീച്ചർക്ക് പറയാം. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ കൊച്ച് ടീച്ചറെ എനിക്കറിയുന്നില്ല എന്ന് പറഞ്ഞ് വരുമെന്ന് വെച്ച് ടീച്ചർ കാത്തിരിക്കുക. അപ്പോൾ കൊച്ചെന്തോ ചെയ്തെന്നറിയാവോ? അപ്പുറത്തെ ഇത് നോക്കി കോപ്പി അടിച്ചിട്ട് ഇന്നാ ടീച്ചറെ എന്നും പറഞ്ഞു കൊണ്ടുവന്നു. കാരണമില്ല, കൊച്ച് ഇങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ടീച്ചർ വിചാരിച്ചില്ല. കൊച്ചെന്ത് ചെയ്തു? വേറെ എന്നല്ലേ. കാരണം ഒരു തെറ്റായ ഉത്തരം പറഞ്ഞിട്ട് അവൻ പറയുക ഇത് ശരിയായി ടീച്ചറെ എന്ന് പറഞ്ഞ് വരിക. ഇതാ ന്യായപ്രമാണത്തിൽ സംഭവിച്ചു. അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സംഗതിയാണ് അവരോട് പറഞ്ഞതെങ്കിലും എൻ്റെ ദൈവമേ എനിക്കിത് കഴിയുന്നില്ല എന്നും പറഞ്ഞ് അവർ ദൈവസന്നിധിയിലേക്ക് വരുമെന്ന് ദൈവം പ്രതീക്ഷിച്ചത് കൊടുത്തെങ്കിലും അവർ ചെയ്യാൻ കഴിയാതെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്തായി തീർന്നു? അവർ ഈ വർദ്ധനയായിട്ട് തീർന്നു. മനസ്സിലാകാതെ മനസ്സിലായി എന്ന് എന്ത് ചെയ്ത് പറഞ്ഞു. മനസ്സിലായതും കൂടെ എന്ത് ചെയ്ത് മനസ്സിലാകാതെ പോയി. അതാ സംഭവിച്ചത് പഴയ നിയമത്തിൽ. ഞാൻ അവിടെ സംഭവിച്ച കാര്യമാണ്. അവരെന്ത് ചെയ്താൽ മതിയായിരുന്നു? എനിക്കത് അറിയത്തില്ല സാറേ, എന്നെ ഒന്ന് സഹായിക്കുക, എൻ്റെ കൈയൊന്ന് പിടിക്കുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാ. എന്ത് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പച്ചാ പറ്റുന്നില്ല, എന്നെ സഹായിക്കപ്പച്ചാന്ന് പറയാനായിട്ട് ഈ എൻ്റെ അപ്പച്ചാ എന്നുള്ള വിളി കേട്ട് ആര് നിൽക്കുക? അവൻ എപ്പോൾ എന്നെ വിളിക്കും, എപ്പോൾ എന്നെ വിളിക്കുന്നു കാത്തു നിൽക്കുക. നമ്മൾ പ്രഖ്യാപിക്കും, ഓ എനിക്ക് കഴിഞ്ഞു, ഞാൻ ചെയ്തു, ഒരു സഹായവും വേണ്ട. നമ്മൾ 100-ൽ 110 ഡിഗ്രിയിൽ എന്ത് ചെയ്യുക? എല്ലാം ഫിനിഷ് ചെയ്ത് നിൽക്കുക. ദൈവം എന്നിൻ്റെ സഹായം ഒന്നും എനിക്ക് വേണ്ട. സ്വയം ചതിച്ചാൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് നോക്കിയാട്ടെ. നമ്മൾ എന്ന് മാത്രമല്ല, തുടർന്ന് നമ്മൾ കാണുന്നത് ഈ ഇസ്രായേൽ മക്കൾക്ക് എന്ത് സംഭവിച്ചു. അതിൻ്റെ 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും അവിടെ കാണുന്നുണ്ട് എങ്ങനെ എന്ത് ചെയ്യും, ആര് രക്ഷിക്കപ്പെടും. അല്ലെങ്കിൽ ഈ 10-ന്റെ 1 മുതൽ 15 വരെ നമ്മൾ വായിക്കുമ്പം കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞു. അത് കാര്യമാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, അതിനുശേഷം പ്രവാചകന്മാരെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു എന്ന് മാത്രം എന്നല്ല, സമയം പോയതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാനായിട്ട് കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ, വചനത്തിൽ എഴുതിയേക്ക് അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരും അവനെ. ഇസ്രായേലിൻ്റെ കാര്യം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ പറയുക അങ്ങനൊന്നും തീർന്നിട്ടില്ല. കുറച്ച് കൊമ്പുകൾ ദൈവം ഒടിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ഒടിഞ്ഞുപോയി. കാരണം അവിശ്വാസത്താൽ അവരെന്ത് ചെയ്തു? ഒടിഞ്ഞുപോയി. നീ കൃപയിൽ നിൽക്കുന്നു, നീ എളിയാതെ ഭയപ്പെടുക. എന്ന് മാത്രമല്ല, തൽക്കാലത്തേക്ക് ജാതികളെ രക്ഷിക്കാനായിട്ട് ഇസ്രായേൽ മക്കൾക്ക് ഇച്ചിരി കാഠിന്യം സംഭവിച്ചു. ഇനി അവരെന്ത് ചെയ്യും?
അവരിൽ നിന്നും അവരെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അവരിൽ നിന്നും ഒരു ഗണ്യമായ സംഖ്യ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ 10-ാം അധ്യായം 11-ാം അധ്യായം പൗലോസ് അവസാനിപ്പിക്കുന്നത്. കാരണം എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, മാനം എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞത് അവന് മന്ത്രിയായിരുന്നവൻ, അവന് മുമ്പേ വല്ലതും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ഏത്? കൊടുത്തിട്ട് വണ്ടി മേടിക്കുന്ന ആരാണ്? കേട്ടോ, ഞാനിതൊക്കെ തന്നല്ലോ കർത്താവ്, എനിക്ക് തിരിച്ചതാന്ന് പറയുന്നത് ആരാണ്? അപ്പം ദൈവത്തിൻ്റെ ഈ പദ്ധതി കണ്ടിട്ട് നെടുമ്പാട് വീണ് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇത് പുതിയ നിയമത്തിലുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഇൻസ്റ്റൻസസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം തലമുറയെക്കുറിച്ച്, യുഗങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തിനുള്ള പദ്ധതിയും അത് നമ്മുടെ തിന്മയ്ക്കായിട്ടല്ല ദൈവം, നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ദൈവം അത് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നുള്ളതും ദൈവത്തിൻ്റെ ഈ സ്വേച്ഛാധിപത്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്യനായ ഏകാധിപത്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഒരു പടിയും കൂടെ ഉള്ള ദൈവകൃപയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളതും വ്യക്തമായിട്ട് എന്ത് ചെയ്തേക്കുക. എന്നിട്ടാണ് 12-ാം അധ്യായത്തിൽ പറയുന്നത്, എന്നിട്ട് ഞാൻ പറയുക, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. എന്താ ഏതെങ്കിലും നിലയിൽ ഇച്ചിരിയെങ്കിലും ഒന്ന്, പണ്ടാരോ പറഞ്ഞ പോലെ, കർത്താവ് ഇപ്പോൾ എനിക്ക് മനസ്സില്ല, ഭാവിയിലെങ്ങാനും ഞാൻ മനസ്സായാൽ ഞാൻ വേണമെങ്കിൽ ഇത് കേൾക്കാം എന്ന് ഒരാൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞ, ലോർഡ് ഐ ആം വില്ലിങ് ടു ബി വില്ലിങ്, നൗ ഐ ആം നോട്ട് വില്ലിങ് ടു ഹിയർ ദിസ്, ബട്ട് ഐ ആം വില്ലിങ് ടു ബി വില്ലിങ്. ഭാവിയിൽ എപ്പോഴെങ്കിലും എനിക്ക് മനസ്സുണ്ടായാൽ അന്നേരം ഞാൻ എന്ത് ചെയ്തോളാം, ഇത് കേട്ടോളാം, സമർപ്പിച്ചോളാം. ഇപ്പം സമർപ്പിക്കാൻ എന്തില്ല, അത് ഭാവിയിലുള്ളത് സമർപ്പിക്കുമെന്നും പറഞ്ഞിട്ടില്ല, കേൾക്കാൻ ഞാൻ എന്ത് ചെയ്യാം, ഇപ്പം അത്രയെങ്കിലും ഒരു വില്ലിങ്നെസ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ ദൈവം അവനെ എന്ത് ചെയ്യും, തൻ്റെ കൃപയിലേക്ക് കൊണ്ടുവരും എന്നൊരു വ്യക്തി പറയാനിടയായിരുന്നു. അപ്പം ഈ മനസ്സലിവ് ഓർപ്പിച്ചാണ് പറയുന്നത്. ഏതാ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. പലപ്പോഴും ഈ 10ഉം 11ഉം 9ഉം 10ഉം 11ഉം അധ്യായങ്ങളിലൂടെ പോകുമ്പോൾ ഈ മനസ്സലിവിൻ്റെ ആഴം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നെയായ ഏകാധിപതിയും കർത്താവും രാജാവുമായി കർത്താവിനെ അവൻ ഏകാധിപതിയാണ്. ഏകാധിപതി എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് തരാനായിട്ട് അവൻ ഏകാധിപതിയാണ്. എന്നെ വെളിപ്പെടുത്തപ്പെട്ട ഇത് മാത്രമല്ല, അതിലൂടെ അതിനേക്കാളും ആഴത്തിൽ എന്നെ സ്നേഹിക്കാനും എന്നെ ഉൾക്കൊള്ളാനുമായിട്ട് അവൻ ആരാണ്? അതിനുള്ള പവർ അവനുണ്ട്, അതിനുള്ള ശക്തി ഈ ദൈവത്തിന് ഉണ്ട്. വചനപ്രകാരം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോയി അങ്ങ് കരഞ്ഞു കഴിയുമ്പോൾ നമ്മളോട് ക്ഷമിക്കാനും നമ്മളെ പിന്നെയും യഥാസ്ഥാനപ്പെടുത്താനുമുള്ള ശക്തി ആർക്കുണ്ട്? ഈ ദൈവത്തിനുണ്ട്. ഈ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം. അതിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു,
ദോഷങ്ങൾ പ്രവർത്തിച്ചു ഞാൻ ദോഷമായി നിരൂപിച്ചു. ദോഷങ്ങൾ പ്രവർത്തിച്ചു എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ നാട്ടൊലീവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ നാട്ടൊലീവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലി ഏഴയേ, എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലി ഏഴയേ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദി